അലോട്ട്മെന്റിലൂടെ നമ്മൾ ഓപ്ഷൻസ് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഓപ്ഷൻസ് എല്ലാം കളഞ്ഞിട്ട് പുതിയ ഓപ്ഷൻസ് ഇടാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ പർട്ടിക്കുലർ സൈറ്റ് hscap.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് എടുക്കുന്നു. അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുക. ഇതിലിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പേജ് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ട്രയലിൽ അലോട്ട്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് വീഡിയോയിൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യണതിന്റെ വളരെ കൃത്യം വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കൺഫർമേഷൻ നടത്തണം എന്നാണ് അവർ പറയുന്നത്. അതായത് ഫൈനൽ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ല. നമ്മൾ എന്തൊക്കെ എഡിറ്റ് ചെയ്താലും അവസാനം ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ഒരിക്കലും നമ്മുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ചു. അത് കഴിയുമ്പോൾ നേരെ ഈ ഒരു പർട്ടിക്കുലർ പേജാണ് വരിക. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാം. നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ഏറ്റവും താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നമ്മുടെ മാർക്കും രജിസ്റ്റർ നമ്പർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. SSLC ഒക്കെ ആണെങ്കിൽ മാർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. CBSE ICSE ഒക്കെ ആണെങ്കിൽ മാർക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യും. ഈ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓപ്ഷൻസിന്റെ പേജിലേക്ക് പോകും. ഈ ഒരു കുട്ടിയുടെ 17 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് എൻട്രി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിലീറ്റ് ഓൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾ ഓപ്ഷൻസ് ആർ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നു. ഇനി 1 മുതൽ കംപ്ലീറ്റ് ഓപ്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും സ്കൂൾ കോഡ്സും എല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം ആ ഓർഡറിൽ. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ നമ്മൾ റൈറ്റ് ചെയ്ത് പേപ്പറിൽ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് വീണ്ടും ഓപ്ഷൻസ് ആഡ് ചെയ്യണതാണ്. അങ്ങനെ ആഡ് ചെയ്ത് ഇതിൽ ഒരു 31 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 17 ഓപ്ഷൻസ് എന്നുള്ളത് മാറ്റി ഫുൾ റീഅറേഞ്ച് ചെയ്ത് മൊത്തം 31 ഓപ്ഷൻസ് ഈ കുട്ടിക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഒരു പേജിലേക്ക് പോകും. ആ പേജിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമ്മുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും ഓപ്ഷൻസും മാർക്കും എല്ലാം കാണാൻ പറ്റും. ഏറ്റവും താഴെയായിട്ടൊരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഡു നോട്ട് സബ്മിറ്റ് ദിസ് ആപ്ലിക്കേഷൻ ഫോം ടു സ്കൂൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോം ഒന്നും കൊടുക്കണ്ട. ഇനി ഇവിടെ നമുക്കൊരു PDF ഐറ്റം ഉണ്ട്, ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റബിൾ ഫോർമാറ്റ്. നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു PDF ഫോർമാറ്റിലുള്ള ഒരു പ്രിന്റ് കിട്ടും. ഇത് നമുക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോണിലും സിസ്റ്റത്തിലും ഒക്കെ സേവ് ചെയ്ത് വെക്കുക. കാരണം ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് എഡിറ്റിംഗ് നടത്തിയാലും അവസാനം ഫൈനൽ സബ്മിഷൻ കൊടുക്കണം. പിന്നെ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.